നമ്മളെ കിണറിലെ വെള്ളത്തിനേക്കാൾ നീറ്റ് ആയിട്ടുള്ള അത്രയും വേസ്റ്റ് വാട്ടർ വന്നിട്ട് ആ ഒരു വേസ്റ്റ് വാട്ടറാണ് ഇതേ രീതിയിലായിട്ടുള്ളത്. മോനൊന്ന് കാണിച്ചു കൊടുക്ക്. ഹായ് ഹലോ ഫ്രണ്ട്സ്, ബുള്ളറ്റ് മാനുമാണ്. ഞാൻ എൻ്റെ നാട്ടിലാണുള്ളത്. വെള്ളോമ്പറത്ത് ഡൽഹിയിലാണുള്ളത്. ഇവിടെ ഒരു ഡ്രെയിനേജിന്റെ പ്രശ്നം അങ്ങനെ നിങ്ങൾ വീഡിയോസ് ഒക്കെ പറഞ്ഞു നടന്നിരുന്നു. അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഡെലീഷന്റെ GM എന്റെ കൂടെ ഉണ്ട്. എന്താണ് സാറേ സത്യത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? അന്ന് സത്യത്തിൽ സംഭവിച്ചത് കംപ്ലീറ്റ്ലി ടെക്നിക്കൽ എററാണ്. എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മുടെ പ്ലാന്റ് കിടക്കുന്നത് ഞങ്ങളുടെ റെസ്റ്റോറന്റ് ഏറ്റവും പ്രൈം ലൊക്കേഷനിൽ തന്നെയാണ്. അന്ന് ആ മെയിൻ്റെനൻസ് വർക്ക് ഷോർട്ട് സർക്യൂട്ട് പ്രകാരമുള്ള സംഭവം മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഒരു സ്റ്റാഫിന് അബദ്ധവശാൽ വാൽവ് മാറി തിരിച്ചതിനെ കൊണ്ടാണ് ആ സംഭവം അങ്ങനെ പോകുന്നത്. ഒരിക്കലും ആ ഒരു സമയം പകൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ബോധത്തിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരിക്കലും ചെയ്യില്ല. ഇനി ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള എന്ത് വശം നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ ഞങ്ങളുടെ അത് ചെയ്ത എഞ്ചിനീയറും ടെക്നീഷ്യൻ ആയിട്ടുള്ള ആൾ ഇവിടെ ഉണ്ട്. അബ്ദുറഹ്മാൻ. എൻബോണിക്സ് എന്ന കമ്പനിയാണ്. പ്ലാന്റ് ചെയ്തിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ട് സയന്റിഫിക് ആയ മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം. ഇവിടെയാണ് ഫസ്റ്റ് ഇവിടുത്തെ വേസ്റ്റ് വാട്ടർ കംപ്ലീറ്റ് വരുന്ന പിറ്റാണ്. ഇവിടുന്ന് തന്നെ ഒരു സ്ക്രീനിങ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഓയിലും മറ്റുള്ള ഫുഡ് പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടുന്നാണ് ടാങ്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഫൈനൽ പ്രോസസിംഗ് ഇതിന്റെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കസ്റ്റമേഴ്സിന് കാണാവുന്ന അത്രയും പബ്ലിക്കിലാണ് കേട്ടോ. അത് നേരെ ഈ ടാങ്കിലേക്ക് വരും. ഇവിടെ ഈ ടാങ്കിലേക്ക് വന്നിട്ട് അനറോബിക് ട്രീറ്റ്മെന്റ് ആണ്. അടുത്ത സെക്ഷനിലേക്ക് വരുന്നുണ്ട് എയറോബിക് ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ സെറ്റിലിംഗ് ടാങ്കിലേക്ക് വരും. ഒരു സെറ്റിലിംഗ് ടാങ്കാണ്. രണ്ടാമത്തെ ഒരു സെറ്റിലിംഗ് ടാങ്കാണ്. 100% ഇക്കോ ഫ്രണ്ട്ലി ആണ്. അത് കൊടുത്ത് ഡോസിംഗ് കഴിഞ്ഞു, സെറ്റിലിംഗ് കഴിഞ്ഞു. ഒരു സെറ്റിലിംഗ് ഫിൽറ്റർ ഫീഡ് ടാങ്കാണത്. ഇവിടെ വന്നതിന് ശേഷം ഫിൽറ്ററിലേക്ക് പോകും. ബാക്ടീരിയ ഫ്രീ ആക്കിയിട്ടാണ്, ഒഴിവാക്കിയിട്ടാണ് ഇതിലേക്ക് പ്യൂർ വാട്ടർ ആക്കി. ആ വാട്ടർ ഒന്ന് കാണാം. നമ്മളെ കിണറിലെ വെള്ളത്തിനേക്കാൾ നീറ്റ് ആയിട്ടുള്ള അത്രയും വേസ്റ്റ് വാട്ടർ വന്നിട്ട് ആ ഒരു വേസ്റ്റ് വാട്ടറാണ് ഇതേ രീതിയിലായിട്ടുള്ളത്. ഡിസിൻഫെക്ട് ചെയ്തിട്ടാണ് ഈ വാട്ടർ ഇവിടെ എത്തുന്നത്. ക്ലിയർ വാട്ടർ, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ. ആ ഒരു വേസ്റ്റ് വാട്ടർ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നേരെ ഈ ടാങ്കിൽ നിന്ന് നമ്മൾ ബോട്ടിലാക്കിയിട്ടുള്ളതാണ്. സാറേ, ഇത് ഈ ഒരു ഹോട്ടൽ മാത്രം മറ്റുള്ള ഹോട്ടൽ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. താജ് റിസോർട്ട്സ് ആൻഡ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ലിസ്റ്റഡ് ആണ്. താജിന്റെ ലിസ്റ്റഡ് ആണ്. മുംബൈയിൽ നിന്ന് ഗോവ അവരുടെ ലിസ്റ്റഡ് സർവീസ് പ്രൊവൈഡർ ആണ്. ഇത്രയും കണ്ണിങ് ആയിട്ടുള്ള ഒരാളാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്രേക്ഷകർക്കും ഏകദേശം ഇതിന്റെ ക്ലിയറൻസും ക്ലിയർ ആയിട്ടുണ്ടാവും മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ.